ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ബോൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2.5 ഹുക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വരണമെങ്കിൽ ഇത് 1.5 ഹുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഈ യാണിൻ്റെ തിക്നെസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം യാൺ നല്ല തിക്കാണെങ്കിൽ നമുക്ക് 2.5 എടുക്കാം, കുറച്ചുകൂടെ തിക്കാണെങ്കിൽ നമുക്ക് 3.5 എടുക്കാം. അപ്പോൾ നമ്മൾ യാണിൻ്റെ തിക്നെസ് എങ്ങനെയാണോ അതനുസരിച്ച് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ്സായി പോകത്തില്ല, അതുപോലെ നല്ലതായിട്ട് തിക്കായിട്ട് ഇടണം. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു യാൺ ആയതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത്രയും തിക്കായിട്ട് എടുക്കുന്നത്. പിന്നെ ഈ റൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടി ഉള്ളത്, നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ടോയ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നമ്മൾ ഈ സെയിം സ്റ്റിച്ചാണ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ആനിമൽസിനെ ആണെങ്കിലും അതുപോലെ ഗേളിനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ചാണ്, ആദ്യത്തെ ഈ ഹെഡായിട്ട് വരുന്നത് ഈ ഒരു സെയിം സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോസാണ് പുറമേ ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചവർക്ക് അത് എളുപ്പം ചെയ്യാൻ പറ്റും. അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, അപ്പോഴാണ് നമ്മളുടെ അതുപോലുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാജിക് റിംഗ് ആണ്. ഇതിങ്ങനെ ഒന്ന് വലിച്ച് ഒന്ന് ചെറുതാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുറേ ചുറ്റിയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ 2 ചുറ്റായിരുന്നു ചുറ്റിയിരുന്നത്, ഇപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റ ചുറ്റ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കൈ വെക്കുക ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 8 സിംഗിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ താഴെ കൂടെ ഈ യാണ് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് സിംഗിൾ ക്രോഷ്യ പറയുന്നത്. നമ്മൾ ആദ്യമേ വേറൊരു ചുറ്റുന്നില്ല, ഡയറക്റ്റായിട്ട് താഴേക്ക് കൊണ്ടുപോകുന്നതാണ് സിംഗിൾ ക്രോഷ്യ പറയുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയാണത് പറയുന്നത്. അപ്പം നമുക്ക് 8 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 8 സിംഗിൾ ക്രോഷ്യ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം വലുത് നമുക്ക് ചെയ്യാൻ പറ്റും. തീരെ ചെറുത് മതിയെങ്കിൽ 6 ഒക്കെ മതി. 5, 6, 7, 8. ഓക്കെ, 8 ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ചെയിൻ കൊടുക്കാം. ഇനി ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. നമുക്കിനി ഇതിന് വലുതായിട്ട് വരണം. അപ്പോൾ വലുതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് നമ്മൾക്ക് വലുതായിട്ട് വരുന്നത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മേളിലേക്ക് പോകത്തേ ഉള്ളൂ. നേരെ മേളിലേക്ക് പോകും കുഴൽ പോലെ. അപ്പോൾ ഇങ്ങോട്ട് സൈഡിലേക്ക് ഈ ഒരു റൗണ്ട് വരെ നമ്മൾ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചാണ്. ഈ ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ സ്റ്റിച്ചായി നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഇതിനകത്ത് ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് ഗ്യാപ്പ് കാണാൻ പറ്റും. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത സ്റ്റിച്ചിനകത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അത് ടൈറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ സെയിം സ്റ്റിച്ചിനകത്ത് ഒന്നും കൂടെ. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചിലും നമുക്കിങ്ങനെ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് കൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ചെയിൻ കൊടുക്കാം. ഇനി നമുക്ക് ഇൻക്രീസാണ് ചെയ്യേണ്ടത്. പക്ഷേ എല്ലാത്തിനകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചുളുങ്ങി വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മുടെ ഇൻക്രീസിൻ്റെ ഇത് കുറച്ചാണ് കൊണ്ടിരുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി, രണ്ടാമത്തേനകത്ത് 2 സിംഗിൾ ക്രോഷ്യ, 1, 2 എന്ന ക്രമത്തിൽ നമുക്ക് പോകണം. അപ്പോൾ ഓരോ ലെയർ കഴിയുമ്പോഴും ഈ 2 ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സിംഗിൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ എണ്ണം കൂടി വരും. അത് നമുക്ക് പോകുന്ന വഴി കാണാം. ഇപ്പം നമുക്ക് ഒരെണ്ണത്തിനകത്ത് 1 സിംഗിൾ ക്രോഷ്യ, അടുത്തതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ, വീണ്ടും 1, പിന്നെ 2, പിന്നെ 1, പിന്നെ 2, ഈ ക്രമത്തിൽ നമുക്ക് ചുറ്റി വരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റിച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 സിംഗിൾ ക്രോഷ്യയായി. ഇനി ഈ സെയിം സ്റ്റിച്ചിനകത്ത് 1 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. ഇതാണ് ഈ ലെയറിനകത്തുള്ള ഇൻക്രീസ് വരുന്നത്. വീണ്ടും അടുത്തതിനകത്ത് 1 സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തേനകത്ത് 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 1, 2, 1, 2, 1, 2 ക്രമത്തിൽ നമുക്കിത് മുഴുവൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആ ലെയറും കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. വീണ്ടും 1 സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അടുത്ത ലെയറിനകത്ത് വരുമ്പോഴത്തേക്കും ഇപ്പം 1, 2, 1, 2 എന്നാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ലെയർ വരുമ്പം 1, 1, 2, 1 സിംഗിൾ ക്രോഷ്യ,
വീണ്ടും 1 സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, 1 1 2 1 1 2 അങ്ങനെ. ആദ്യത്തെ രണ്ടിനകത്തും ഓരോ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത് വരുമ്പോഴത്തേക്കും 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇൻക്രീസ് വരുന്നത് 1 2 മൂന്നാമത്തെ സ്റ്റിച്ച് മാത്രമേ ഇൻക്രീസ് വരുന്നുള്ളൂ. വീണ്ടും 1 2 മൂന്നാമത്തെ സ്റ്റിച്ച് മാത്രമേ ഇൻക്രീസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്തിട്ട് വരാം. ആദ്യത്തെ ഇതിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിനകത്ത് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ ഇൻക്രീസ് വരും. ഇൻക്രീസ് വരുമ്പോൾ നമ്മൾ ഒരേ സ്റ്റിച്ചിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇതാണ് ഇൻക്രീസ് വരുന്നത്. അപ്പം അടുത്തതിനകത്ത് സെയിം ആണ്. 1 1 2 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുവാണെങ്കിൽ തെറ്റിപ്പോകത്തില്ല. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറ്, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ലെയർ ഫുള്ള് ഇങ്ങനെ 1 1 2 എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് തീർത്തിട്ട് വരാം. അപ്പോൾ ഈ ലെയർ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ ഇട്ട് വെക്കാം. ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ മോള് വശവും നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യണം. ഇതൊക്കെ ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മോള് വശം ചെയ്യുമ്പോഴത്തേക്കും ടൈറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഇത് വളരെ ടൈറ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഹുക്കിലാണ്, 1.5-ലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒട്ടും ഹോളേ ഉണ്ടാവില്ല, തീരെ ഹോൾസ് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും ചെറിയ നീഡിലെടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യണമെങ്കിൽ, ഈ ഒരു വലുപ്പത്തിലൊക്കെ ചെയ്യണമെങ്കിൽ അടുത്ത ഒരു ഇൻക്രീസും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ 1 1 1 2 എന്ന് വരും. 3 ലെയർ വരും. അതോടെ ചെയ്ത് കാണിക്കുക. അപ്പം 3 സ്റ്റിച്ച് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റിച്ചിലായിരിക്കും നമുക്ക് ഇൻക്രീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. തിക്കായിട്ടുള്ള നൂലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. തിന്നായിട്ടുള്ള നൂലാണെങ്കിൽ ഈ ലെയറും കൂടെ ചെയ്യണം. എന്നാലാണ് കറക്റ്റായിട്ട് ലെയർ കൂട്ടിയെടുക്കുന്നതാണ് നല്ല. ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ച് കൂട്ടിയെടുക്കുന്നതിനേക്കാളും ലെയർ കൂടുതൽ ചെയ്യുന്നതാണ് ഇത് ചുളുങ്ങി വരാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ചുളുക്കം കൂടുതലായിട്ട് വരും. അപ്പം റിങ്കിൾസ് വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതാണ്. അപ്പോൾ 3 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ, ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു. 4ാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ ഒരേ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയും. ആദ്യത്തിനകത്ത് എല്ലാത്തിലും ചെയ്തു. രണ്ടാമത്തെ സ്റ്റിച്ചിൽ മാത്രം ഇൻക്രീസ്, ആദ്യത്തെ സ്റ്റിച്ചിലില്ല, 2ാമത്തെ സ്റ്റിച്ചിൽ മാത്രം ഇൻക്രീസ്. മൂന്നാമത് ചെയ്തപ്പം 3ാമത്തെ സ്റ്റിച്ചിലാണ് പിന്നെ നമ്മൾ ഇൻക്രീസ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വരുമ്പോൾ 4ാമത്തെ സ്റ്റിച്ചിലാണ് ഇൻക്രീസ് കൊടുക്കുന്നത്. അങ്ങനെ കൂടി പോകും. അപ്പോൾ നമുക്ക് എത്ര വലുത് വേണേലും അങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇൻക്രീസ് കൊടുക്കും. 3 സ്റ്റിച്ച് കഴിയുമ്പോൾ ഒരു ഇൻക്രീസ്, 1 1 1 2 1 1 1 2. അപ്പം നമുക്ക് ഈ ഒരു ലെയറും കൂടെ ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ആ ലെയറും കഴിഞ്ഞു, ജോയിൻ ചെയ്തു. ഇത് നമ്മൾ 3.5-ൽ ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുഴപ്പമില്ല. ഇൻക്രീസ് വരുന്ന സമയത്ത് കുഴപ്പമില്ല. ഡിക്രീസ് വരുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ്സ് ടൈറ്റായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഹോൾസ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല ടൈറ്റായിട്ട് ഇത് വലിച്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വശം വരുമ്പോൾ ഫില്ലിങ്സ് ഇടുന്നെങ്കിൽ നമുക്കിങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ നീഡിലെടുക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, വലിയ നീഡിൽ ചെയ്യാൻ പറ്റാവുന്നവർക്കും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സിംഗിൾ ക്രോഷ്യ അല്ല, ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഹാഫ് ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊന്നും കാണാനില്ല. ബിക്കോസ് ഇത് ചെയ്ത് തീർന്നതിന് ശേഷം ഞാൻ ഇതിനകത്ത് തെർമോക്കോൾ ബോളാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഫില്ലിങ്സ് ഇട്ടിട്ടില്ല, തെർമോക്കോൾ ബോൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അതിൻ്റെ ഹാങ്ങിങ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് നമ്മൾ ടൈറ്റായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഹോൾ കാണുന്നത്. ഇങ്ങനെ നമ്മൾ വെറുതെ വെക്കുവാണെങ്കിൽ ഈ ഹോൾ കാണുമല്ല. ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ആദ്യത്തെ ഒരു താഴ്വശം ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഇങ്ങനെ വരുന്ന ആ ഭാഗം അങ്ങ് ഫില്ല് ചെയ്തു. ഇനി നേരെ മേളിലേക്കുള്ള ഭാഗം ഇനി വേണ്ടത്. അതിന് എല്ലാ സ്റ്റിച്ചിനകത്തും ഓരോ സിംഗിൾ ക്രോഷ്യ, ഈ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അത് ഇനി അടുത്ത ഒരു 3 ലെയർ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാം. അങ്ങനെ വെറുതെ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമുക്ക് 3 ലെയർ ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ 3 ലെയറും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വലുപ്പമാണ്, ഇതിൻ്റെ ഹാഫും കൂടെ വെച്ചുള്ള വലുപ്പമാണ് ഇതിന് വരുന്നത്.
അപ്പം ഇനിയും കുറച്ചും കൂടെയൊക്കെ മിഡിൽ പാർട്ട് വേണ്ടവർക്ക് ഇനി ഒരു ലെയറും കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മിഡിൽ പാർട്ട് കുറച്ചും കൂടെ ഇങ്ങനെ കുറച്ചും കൂടെ വലുതായിട്ടിരിക്കും. അതെല്ലാം റൗണ്ട് ഇങ്ങനെ റൗണ്ട് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ലെയർ മതി ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഡിക്രീസ് ചെയ്ത് തിരിച്ചിങ്ങനെ തന്നെ കൊണ്ടുവരണം. അപ്പം ഈ പാർട്ട് വലുതായ പാർട്ട് നമുക്ക് ഇടുന്നത് ഇങ്ങോട്ടും വേണമല്ലോ. അപ്പം ഈ വലിയ പാർട്ടിൽ നിന്ന് ഇത് ചെറുതാക്കി ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇൻക്രീസ് ചെയ്തത് ഏതാണെന്ന് നമുക്ക് ഓർമ്മ വേണം. അപ്പം നമ്മൾ 1 1 1 2 ആണ് ചെയ്തത് എന്ന് വെച്ചാൽ 3 സ്റ്റിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ആ സെയിം തന്നെ നമ്മൾ വേണം ഇത് നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. 3 സ്റ്റിച്ച് കഴിഞ്ഞപ്പോൾ ഇൻക്രീസ് ചെയ്തെങ്കിൽ ലാസ്റ്റത്തെ അതായിരുന്നെങ്കിൽ നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോഴും 3 സ്റ്റിച്ച് കഴിയുമ്പോൾ ഡിക്രീസ് ചെയ്യണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലെവൽ 1 1 1 3 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിനകത്ത് നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയറിൽ കൂടെ സിംഗിൾ ക്രോഷ്യ പോലെ തന്നെ എടുത്തു. അടുത്ത സ്റ്റിച്ചിലും നമ്മൾ അതുപോലെ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നവർക്ക് തന്നെ എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ട് ഒന്നിച്ച് ചെയ്തു. ഇപ്പം 2 എണ്ണം ഇല്ല, 2 സ്റ്റിച്ചില്ല, അത് ഒറ്റ സ്റ്റിച്ചായിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇനി ചെയ്ത് പോകാം ഒരു സ്റ്റിച്ച്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാപ്പ് വരുന്നത്. കാരണം ഈ സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് വരും, അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഈ മോൾ വശത്ത് ഇതിനകത്ത് വന്നതുപോലെയുള്ള ഗ്യാപ്പ് വരും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഡിക്രീസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ പ്രത്യേകിച്ചും നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വലിക്കുന്നുണ്ട്, ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റിച്ചെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഡിക്രീസ് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് വലിക്കണം. അപ്പം 3 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ഡിക്രീസാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് നമ്മൾ സാധാരണ പോലെ എടുത്തു. എന്നിട്ട് നമ്മൾ മോളിൽ നിന്ന് ചുറ്റിയെടുക്കാതെ രണ്ടാമത്തെ സ്റ്റിച്ചിനകത്തും അതുപോലെ തന്നെ എടുക്കുകയാണ്. 3 എണ്ണം ഒരുപോലെ വരും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 3ൽ കൂടെ ഒന്നിച്ച് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് തന്നെ വേണമെങ്കിൽ ടൈറ്റ് ചെയ്തോളൂ. അപ്പം ഒട്ടും ഗ്യാപ്പ് വരാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ മുഴുവനും ഇത് തന്നെ ചെയ്തിട്ട് വരണം. 1 1 1 ഡിക്രീസ് 1 1 1 ഡിക്രീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 3 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിക്രീസ് ചെയ്തിരിക്കുന്ന ഫിനിഷ് ചെയ്തു. നമ്മൾ ജോയിൻ ചെയ്തു, ഒരു ചെയിൻ ഇട്ടു. ഇനി നമുക്ക് അടുത്ത ഡിക്രീസ് 1 2 ചെയ്തു, പിന്നെ 1 1 2 ചെയ്തു, പിന്നെ 1 1 1 2 ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം 3 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിക്രീസ് ഉള്ള ചെയ്തു. ഇനി 2 സ്റ്റിച്ച് കഴിഞ്ഞുള്ള ഡിക്രീസ്. അപ്പോൾ പുറകിലോട്ടാണ് നമ്മൾ പോണത്. ആദ്യം ചെയ്ത സ്റ്റിച്ചുകൾ ചെയ്തതിൻ്റെ സെയിം ബാക്കിലേക്കാണ് പോണത്. അപ്പം 1 1 ഡിക്രീസ്. ആദ്യം എങ്ങനെ വലുതായി വന്നോ അതുപോലെ തന്നെ നമ്മൾ ചെറുതായി പോവുകയാണ്. ഞാനത് അതുകൂടെ കാണിച്ചു തരാം. ഏതാണ്ട് ഈ ഷേപ്പും ഈ സ്റ്റിച്ചും തന്നെ അതിലും വരുന്നത്. അപ്പോൾ 1 1 ആയി. നമുക്ക് ഡിക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് 2 സ്റ്റിച്ചിൽ നിന്ന് എടുത്തു. 1 1 ഡിക്രീസ്. നമുക്ക് മുഴുവൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആ ഒരു ലെയറും കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അത് കുറച്ചൊന്ന് റൗണ്ട് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിടാം. കാരണം എപ്പോഴും അകവശമാണ് ഇതിൻ്റെ നല്ല വശം. അപ്പം നമുക്ക് ഇങ്ങനെ തിരിച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വശം കിട്ടും. ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. കുറച്ചും കൂടെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിടാൻ വേണ്ടി പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് ഫ്രൂട്ട്സിനെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതിനിടയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ചെയ്താലും ഇതിൻ്റെ അറ്റവും ഇവിടെയൊക്കെ മാത്രമേ നമ്മൾ ചെറിയൊരു വ്യത്യാസം ചെയ്യുന്നുള്ളൂ. ഇതും ആ സെയിം സ്റ്റിച്ചാണ്. ഈ നടുക്ക് വരുന്ന സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിച്ച് ഞാൻ കുറേ ഏറെ നേരം ചെയ്തു. അതാണ് ഇവിടെ ഇങ്ങനെ നീണ്ടു വരുന്നത്. ആപ്പിളും സെയിം സ്റ്റിച്ചാണ്. ആപ്പിളിൻ്റെ ഈ ഒരു പാർട്ടിലെ ഷേപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ ഏതൊക്കെ ഫ്രൂട്ട്സ് വേണമെങ്കിലും ടോയ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ആയിരിക്കും. ഇതെവിടെയെങ്കിലും എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് കഴിഞ്ഞ് ഡിക്രീസ് ചെയ്തു, 2 സ്റ്റിച്ച് കഴിഞ്ഞ് ഡിക്രീസ് ചെയ്തു. അടുത്തത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണെന്ന്. ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഡിക്രീസ്. അത് തന്നെ ഒരു സ്റ്റിച്ച്, അടുത്ത നമ്മൾ ഡിക്രീസ്. ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യം 1 2 1 2 എന്ന് ചെയ്താണ്. അപ്പം നമ്മൾ ഡിക്രീസ് തിരിച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 ഡിക്രീസ് 1 ഡിക്രീസ് അങ്ങനെ പോകും. ഇത് നമുക്കൊന്ന് ചെയ്തിട്ട് വരാം. അപ്പം നമ്മളുടെ ആ ഒരു ലെയറും കൂടെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്.
ഇനി നമുക്കിതിനകത്ത് ഫില്ലിങ്സ് നിറയ്ക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്കിത് തീരെ ചെറിയ ഹോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ലിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഈ ചെറിയ ക്രോഷ്യോ ഹുക്കിൻ്റെ ഇതുപോലത്തെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യണം. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് വരത്തില്ല. ടൈറ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ പ്രസ് ചെയ്താൽ പോകാത്ത പോലെ ടൈറ്റായിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ലിങ്സ് കൊടുക്കുക. നമുക്കിതിങ്ങനെ കൈ കൊണ്ടാണെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആ ഷേപ്പിലേക്ക് പോയിട്ടിരുന്നോളും. കുറേശ്ശെ എടുത്ത് ചെയ്താൽ മതി. ഈ യാൺ ഇങ്ങനെ സൈഡിലേക്ക് വലിച്ചു പിടിക്കണം, അല്ലെങ്കിൽ യാൺ അതിനകത്തോട്ട് പോവും. അതുപോലെ ഇത് കുറച്ച് വലുതായിട്ട് വെക്കണം. ഇതിങ്ങനെ നമ്മൾ കുറച്ച് വലുതാക്കി വെച്ചില്ലെങ്കിൽ അത് ഇങ്ങനെ ചിലപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് കൊണ്ടിട്ട് അത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഓരോ സ്റ്റിച്ചിലും എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ 1 ഡിക്രീസ് കഴിഞ്ഞു. ഇനി ഓരോരുത്തർക്കും നമ്മൾ ഡിക്രീസ് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ ഡിക്രീസ് ചെയ്തു. ഇനി ഇത്തിരി പ്രയാസമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അപ്പം ഓരോന്നിൻ്റെ അകത്തും ഡിക്രീസ് ചെയ്യണം. ഓരോ സ്റ്റിച്ചും ഒരു ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ അടുത്ത ഡിക്രീസ് ചെയ്യും. ഇത് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിത്തിരി പ്രയാസം ഉണ്ടായിരിക്കും. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കിത് ഫുള്ള് ചെയ്ത് വരാം. ഓക്കെ, ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് ഫുള്ള് ക്ലോസ് ആയിട്ടുണ്ട്. ഈ അവസാനത്തെ റൗണ്ട് ചെയ്യാൻ പ്രയാസമുള്ളവർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലെയറിൻ്റെ മുന്നിൽ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫിനിഷ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അല്ലാത്തവർ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു നീഡിലെടുത്ത് കോട്ടിട്ട് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വന്നോളും. അപ്പോൾ നമുക്ക് നമ്മളുടെ ബോള് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചെയിൻ കൊടുത്തിട്ട് ഇതിങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വിട്ടാൽ മതി. ഇതിങ്ങനെ മുകളിൽ കെട്ടിയിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് നമുക്കിവിടെ ഒരു നോട്ടിട്ട് കൊടുക്കാം. ഇവിടെ നമുക്കിങ്ങനെ ഒരു നോട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നോട്ട് വരുന്നതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ അകത്തോട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇത് പുറത്ത് വരത്തില്ലാത്തതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് കിട്ടും. ഇങ്ങനെ ഒന്ന് വലിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് ഇതുവഴി വെറുതെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. അതുവരേക്കും ബൈ.